എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് തിരളിയില എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് കുമ്പിള് കുത്തി കുമ്പിളപ്പം ഉണ്ടാക്കാം. അപ്പം നമ്മുടെ തിരളിയില എല്ലാം കുമ്പിളാക്കി കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ച് നിറച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പം കുമ്പിള് കുത്താൻ വേണ്ടി നമുക്ക് ഈർക്കിലില്ലെങ്കിൽ ടൂത്ത് പീക്ക് ആയാലും മതി. ഞാൻ അതുകൊണ്ടാണ് കുത്തി വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ടൂത്ത് പീക്ക് ഇരിപ്പുണ്ടെങ്കിൽ കുമ്പിള് കുത്തി നല്ലതുപോലെ നമുക്ക് മാവ് നിറച്ച് പുഴുങ്ങാൻ പറ്റും. മാവ് കുഴയ്ക്കാനുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് കുമ്പിളപ്പത്തിന് വേണ്ട ചേരുവകൾ, ഞാനൊരു 200 ഗ്രാം ശർക്കര കുറച്ച് നല്ല കട്ടിക്ക് ഉരുക്കി അരിച്ചൊഴിച്ച് വെച്ചപ്പോണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. 3-4 ഏലക്കയുടെ കുരു ചതച്ചത് വേണം. 2 പഴം, അരമുറി തേങ്ങ. ഇത്രയും കൂടിയാണ് ഞാൻ അരിമാവിലിട്ട് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് 2 ഗ്ലാസ് അരിപ്പൊടി വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം 2 ഗ്ലാസ് അരിപ്പൊടിയുടെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിനകത്ത് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം 1 സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടി ഞാൻ 2 ദിവസത്തേക്ക് മുമ്പ് പൊടിച്ചത് നല്ലതുപോലെ വറുത്ത് വെച്ചതാണ്. അപ്പോൾ വലിയ തരിയൊന്നുമില്ല. അന്നേരം ഞാൻ അരിച്ചു മാറ്റി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ തരിയൊന്നും ഇല്ല. നല്ല വറുത്ത പൊടി വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഉപ്പും മാവ് നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 ഏലക്കയുടെ കുരു ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞ പഴം ഇട്ട് കൊടുത്തു. അത് മിക്സാക്കുമ്പം വലിയ പാടില്ലാതെ നമുക്ക് മിക്സായി കിട്ടും. അതിനാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തേ. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഞാനൊന്ന് ഉരുക്കി എടുത്ത് മാറ്റി വെച്ചു. അല്ലെ കട്ടിയിൽ ഇങ്ങനെ കിടക്കും. അപ്പം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ശർക്കര പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് കുഴച്ച് വരുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ച് നല്ലതുപോലെ നല്ല കട്ടിക്ക് കുഴച്ചെടുക്കണം. നെയ്യ് ചേർക്കുമ്പോൾ നല്ല മയത്തിനിങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവെല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ച് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. കാരണം ശർക്കരപ്പാനി കുറവായിരുന്നു. അപ്പം നമ്മൾ വലിയ വെള്ളമാക്കരുത്. അണ്ടേ ഈ പരുവത്തിൽ അണ്ടേ ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കാം. ഉടനെ നമ്മൾ ചെയ്യരുത്. കാരണം വെന്ത് തണുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ ഈ കുമ്പിളപ്പം അങ്ങ് കല്ല് പോലെ ഇരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്ന് ഇതൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ കുമ്പിളിൽ നിറച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇത് എത്ര 2 ദിവസം ഇരുന്നാലും ചീത്തയാവത്തില്ല. നല്ല മയമായിരിക്കും. അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഈ കുമ്പിളിലെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തു. അത് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഈ ആവി വരുമ്പോൾ നമ്മൾ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരൊറ്റ ട്രിപ്പിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം. ഇത് ഈർക്കിലിനകത്ത് കുരുത്തതാണ് ഞാൻ. നമുക്ക് തെങ്ങുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈർക്കിലൊക്കെ എടുക്കാൻ പറ്റും.
ഇതിനി നല്ലതുപോലെ അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുക്കും. അപ്പം നമ്മുടെ ഇഡ്ഡലി പാത്രം ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കുമ്പളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട്, നല്ല മണവും വരുന്നുണ്ട്. വയണയിലയുടെ നല്ല മണം വരുന്നുണ്ട്. അപ്പം ഇല കിട്ടാൻ വഴിയുള്ളവർ കുമ്പളപ്പമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ വന്നാലും